കുറച്ച് നോക്കിയപ്പോൾ എന്തൊരു പാസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു. ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, പക്ഷേ ഈ അമ്മാമ ഹല്ലേലൂയ ഇപ്പോൾ എവിടെയാ? പാസ്റ്റർ പറഞ്ഞു, എന്റെ സഭയിലെ അമ്മാമ. സന്തോഷമായി. ഉടൻ പറയട്ടെ, 2 വർഷം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു കൺവെൻഷൻ സ്ഥലത്ത് ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്റ്റേജിൽ താഴെ ഇറങ്ങുന്നതിനും മുൻപിൽ ഈ അമ്മാമ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ കൈകൊട്ടിക്കൊണ്ടു, പാസ്റ്ററെ എന്നോട് ക്ഷമിക്കണം. സ്തോത്രം ഹല്ലേലൂയ. അന്ന് പാസ്റ്ററെ ഞാൻ അന്ന് പഞ്ചാബിൽ വെച്ച് കണ്ടപ്പോൾ സ്തോത്രം എനിക്ക് പാസ്റ്റർ മുഖം നോക്കുമെന്നൊക്കെ എനിക്ക് ഒട്ടും ധൈര്യം വന്നില്ല. വീട്ടിൽ പോയപ്പോൾ ഈ വല്ലാത്ത ദുഃഖം. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ കൺവെൻഷൻ സ്ഥലത്ത് ഞാൻ ഇവിടെ വന്നു. ഇവിടെ പാസ്റ്റർ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം ഇവിടെ വന്നത്. ഹല്ലേലൂയ. പറഞ്ഞത് സാരാംശം പറഞ്ഞു. പക്ഷെ ഞാനും എൻ്റെ മക്കളും എല്ലാം വിശ്വാസത്തിൽ അത്തായ മാത്രമേ വിശ്വാസത്തിൽ വരണം, പ്രാർത്ഥിക്കണമെന്നുള്ളത് പറഞ്ഞത് സാരാംശം. അന്ന് തന്നെ നിന്നിട്ടത് ഹല്ലേലൂയ നിന്നിട്ട പലരും ഹല്ലേലൂയ അനേകര ഈ ദൈവഭാഗത്തായി തിരുവന്നക്കണം ദൈവമിടയാക്കി അവരുടെ ഒക്കെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാകണം ദൈവം എനിക്ക് ഭാഗ്യങ്ങളും സാഹചര്യം ഒരുക്കുന്നത്. സ്തോത്രം. ദൈവനാമ മഹത്വം എടുക്കണം. സ്വർഗമിടയാക്കട്ടെ. വടക്കിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. സ്തോത്രം. അനവധി ഭാരങ്ങളും കഷ്ടങ്ങളും നിരാശകളും ഒക്കെ നിറഞ്ഞു തന്നെയാ ഒരു വേദിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ അവരുടെ മധ്യത്തിലൊക്കെ ദൈവം ഇങ്ങോട്ട് നിർത്തിയ ദൈവത്തിന് മാറ്റമില്ലാത്ത കാര്യങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. ആമേ. തിരുവചനത്തിലുള്ള ബന്ധത്തിൽ തന്നെ ഇടയ്ക്ക് വരുന്ന ചിന്തകളൊക്കെ നിങ്ങളുടെ മധ്യത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തിരുവചനത്തിലുള്ള ബന്ധത്തിൽ നമുക്കൊരു ചിന്തയെ നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളങ്ങി. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കല്ലേ വചനമായി നമുക്ക് അവരുടെ പാതവട്ടത്തിലേക്ക് എടുക്കുകയല്ല. ദൈവമായി ഇന്ന് പകൽക്കാലം വചനത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീക സന്ദേശം എന്നോട് നിനക്ക് സംസാരിക്കാനുള്ളതാണ്. ഇത് പകൽക്കാലം സംസാരിക്കണമെന്ന് ദൈവത്തോടെ പറയാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, മനോഹരമായ പകൽക്കാലത്തിനോട് സ്തോത്രം. കർത്താവിന്റെ തന്ന വചനത്തിനോട് സ്തോത്രം. കർത്താവേ, ഈ വചനം ഏതാത്മാവിൽ എഴുതപ്പെട്ടുവോ, എന്തുദ്ദേശത്തോടെ എഴുതപ്പെട്ടുവോ, ഇന്ന് പകൽക്കാല ഉദ്ദേശത്തോടെ ഞങ്ങൾക്ക് ഇവിടെ തന്നുവോ, ഇന്ന് പകൽക്കാല ഉദ്ദേശത്തോടെ ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട തിരുവചനം ഇന്ന് പകൽക്കാലം അതി ആത്മാവിനെ തന്നെ സ്വർഗ്ഗങ്ങൾ സംസാരിക്കണമേ. കർത്താവിന്റെ പകൽക്കാല വചനം പറയുന്ന അടിയൊരു കേൾക്കുന്നതിന് മക്കൾ ഓരോ കേൾക്കുന്നവരായിരിക്കുന്നോണ്ട് സ്തോത്രം. കർത്താവിന്റെ പകൽക്കാലം അടിയിലൂടെ വചനത്തോട് സംസാരിക്കണമേ. ഒരു ക്രൂശിന്റെ മറവിനോട് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് നിനക്ക് പ്രയോജനമാകുന്ന മറച്ചു പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗം പരിപാലിക്കണം. സ്വർഗ്ഗം ഇന്ന് പകൽക്കാലം ഹൃദ്യമായി സംസാരിക്കണം. അവൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ഹൃദ്യമായി ഇടപെടുവതൊക്കെ പോകുകയാണ്, സംസാരിക്കുന്നതൊക്കെ പോകുകയാണ്. ഇത് നമുക്ക് പഠിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് വളരെ സുപരിതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ ഇന്ന് പകൽക്കാലം നാം വായിച്ചേ കേട്ടത്. ഏലിയാവ് നമുക്ക് സമസ്തഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 സംവത്സരവും 6 മാസക്കാലവും മഴ പെയ്തില്ല. പിന്നെയും പ്രാർത്ഥിച്ചു, മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളയും. മഴയായിപ്പോ ഒരു ദൈവഭക്തന്റെ പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണുന്നതൊക്കെ നമുക്ക് സാധിക്കുന്നത്. സ്തോത്രം. അവിടുത്തെ പ്രാരംഭ വാക്ക് എനിക്ക് ഒത്തിരി ഹല്ലേലൂയ ആമേൻ പ്രോത്സാഹനം ഒരു പദപ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. സ്തോത്രം. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ. അതെന്ന് പറഞ്ഞാൽ ഏലിയാവ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്നിലും നിങ്ങളിലുമുള്ള സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ് എന്ന് പറഞ്ഞാൽ തിരുവചനം പറഞ്ഞത് സാരാംശം എന്നെക്കാളോ നിങ്ങളെക്കാൾ എടുത്തു പറയത്തക്കതായ കഴിവുകളൊന്നുമില്ല ഈ മനുഷ്യനിൽ. ഹല്ലേലൂയ. വെറും സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു ഏലിയാവ്. എന്നെങ്കിൽ ഹല്ലേലൂയ സാധാരണക്കാരനായ മനുഷ്യൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം അവന്റെ പ്രാർത്ഥനയെ അതുപോലെ അംഗീകരിപ്പാനൊക്കെ അവരുടെ സ്വർഗ്ഗവിളിയാക്കി തീർത്തു. സ്തോത്രം. വിശുദ്ധ തിരുവചനം വായിച്ചു കഴിഞ്ഞാൽ ഏലിയാവിനെ കുറിച്ച് നമുക്ക് അധികമൊന്നും വേദപുസ്തകത്തിൽ കാണുന്നതൊക്കെ നമുക്ക് സാധിക്കുന്നില്ല. അവന്റെ
മാതാപിതാക്കൾ, അവരുടെ കുടുംബ പശ്ചാത്തലം, ഇതിനെക്കുറിച്ച് ചെന്ന വേദപുസ്തകം പറയുന്നില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഏലിയാവിനെ നമുക്ക് ആദ്യമായി കാണുന്നതൊക്കെ നമുക്ക് സാധിക്കുന്നത്. അവിടെ ഒറ്റ വാക്യത്തിൽ ഏലിയാവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ളതായ തിസ്ബിനായ ഏലിയാവ്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ഒറ്റ പദപ്രയോഗത്തിൽ മാത്രം ഹല്ലേലൂയ ഏലിയാവിനെ പരിചയപ്പെടുത്തുന്നു. സ്തോത്രം. തിസ്ബി എന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമം. ഹല്ലേലൂയ. തിസ്ബി എന്ന് പറഞ്ഞാൽ പരദേശി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു കുഗ്രാമത്തിലെ പരദേശിയായ മനുഷ്യൻ ഏലിയാവ്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ഒറ്റ വാക്കിൽ മാത്രം ഏലിയാവിനെ തിരുവചന ഭാഗം പരിചയപ്പെടുത്താൻ കാണുന്നതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അവനെ കുറിച്ച് യാക്കോബ് പറയട്ടെ, നമുക്ക് സമസ്തഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ് എന്ന് പറഞ്ഞാൽ നമ്മേക്കാൾ എടുത്തു പറയത്തക്കതായ ഒരു യോഗ്യതകളും അവൻ ഏലിയാവിനെ പറയുവാനില്ല. പക്ഷെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് പോരാടുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, പ്രാർത്ഥന ദൈവത്തോട് സ്ഥിരത, അതുപോലെ തന്നെ ചോദിച്ചു വാങ്ങുന്ന മനുഷ്യനായിരുന്നു കാണുന്നതൊക്കെ നമുക്ക് സാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവ് ദൈവത്തോട് ഇസ്രായേലിൽ ഹല്ലേലൂയ ജനമെല്ലാം ദൈവത്തെ വിട്ട് അഥവാ ഇസ്രായേൽ യഹോവയെ വിട്ടുകൊണ്ട് അന്യദൈവങ്ങളെ ആരാധിക്കുന്ന കാലഘട്ടത്തിൽ സ്തോത്രം ഏലിയാവിന്റെ ഉള്ളിൽ ഒരു ആത്മഭാരം ഉണ്ടാവുന്ന വെളിയായിരുന്നു. ദൈവമേ, ഈ ജനം ജീവനുള്ള ദൈവത്തെ വിട്ടുകൊണ്ട് അന്യദൈവത്തെ ആരാധിക്കുകയാണെന്ന് കണ്ടപ്പോൾ ഏലിയാവിന്റെ ഉള്ളിൽ അവന്റെ ഹൃദയത്തിൽ ആകപ്പാടെ ഒരു കലക്കമുണ്ടാകുന്ന അഥവാ ഒരു ഭാരമുണ്ടാകുന്ന വെളിയായി തീർന്നു. ഈ ഭാരമാണ് ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് കാരണം. ജലത്തിൻ്റെതായ ശാപമല്ല ഏലിയാവിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. ജലത്തിന്റെ അനുഗ്രഹമാണ് ഏലിയാവിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. ജലത്തിന്റെ അനുഗ്രഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്തോത്രം നമുക്കറിയാം. ഹല്ലേലൂയ. ഏലിയാവ് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും. സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവിന്റെ വിശ്വാസത്തെ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. സ്തോത്രം. അതെ, ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരനായ മനുഷ്യൻ. ഹല്ലേലൂയ. തിരുവചനം ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ, നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞു, ആമേൻ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. സ്തോത്രം. നമുക്കാണെങ്കിൽ ഉള്ളിൽ ഒത്തിരി ചിന്തകൾ വന്നേനെ. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കാണെങ്കിൽ ഒത്തിരി ചിന്തകൾ കടന്നു വരും. അതും സാധാരണക്കാരന്റെ മുമ്പിലാണെങ്കിൽ പോയി പറയാം. സ്തോത്രം. അത് രാജാവിന്റെ കൊട്ടാരത്തിൽ അങ്ങോട്ട് കയറി ചെന്നാ ദൂത് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് ഒട്ടും ഭയമില്ലാതെ വണ്ണം വളരെ ധൈര്യത്തോട് ദൂതിയുടെ സന്ദേശം വിളിച്ചു പറയാ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഞാൻ പറഞ്ഞത് സാരാംശം. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇനി പറയണം മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, നമുക്കാണ് ഒത്തിരി ചിന്തകൾ കടന്നു വന്നത്. ഈ അതിലെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലെടുത്തതിന് മുമ്പ് സ്തോത്രം ഒരു മഴ പെയ്താ പോരെ. ഹല്ലേലൂയ. ഈ പുള്ളിയുടെ കഴുത്ത് പിന്നെ കാണത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല, രാജാവിന്റെ കൊട്ടാരത്തിലാ പോയി ദൂത് വിളിച്ച് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആ ഒരു കാര്യം അറിയാം, എന്റെ ദൈവം ഹല്ലേലൂയ എന്റെ പക്ഷത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് അനുസരണമായി കാര്യങ്ങളിലേക്ക് മാത്രമല്ല, ഞാൻ വിളിച്ചു പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ആമേൻ, ജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, അഥവാ കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി, അഥവാ ജനം ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി വിളിച്ചു പറഞ്ഞു. സ്തോത്രം, ധൈര്യത്തോടു കൂടി തന്നെ. ഹല്ലേലൂയ. വേഗത്തിൽ അവൻ തിരിച്ചോ അതേ തിരുവചന ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ്, അവൻ ഇവിടെ നമുക്ക് കണ്ടല്ലോ, ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു, മഴ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവും ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കി. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗമൊക്കെ ഞാൻ വിടട്ടെ. ഏലിയാവിന്റെ ചില പ്രാർത്ഥനകളിലേക്ക്, 1-2 പ്രാർത്ഥനകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വേഗത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിൽ താണിരിപ്പാതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ, 30-37 വാക്യങ്ങൾ വേഗത്തിൽ നിന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ.
അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനം അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയാ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിൻ മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിൻ എന്ന് പറഞ്ഞു. 2ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ 2ാം പ്രാവശ്യവും ചെയ്തു. അതിന്റെ ശേഷം 3ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ 3ാം പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് സ്തോത്രം. അതിന്റെ 30ാം വാക്യം നിങ്ങൾ വായിച്ചു. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനം അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ദേശത്തിങ്ങനെ ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ കൂടി ചില നാളുകളായി വർഷങ്ങളായി ദേശത്ത് മഴ പെയ്യാതിരുന്നപ്പോൾ ഹല്ലേലൂയ അവൻ ഏലിയാവിനെ പലരും നിന്ദിക്കുവാതെ കാണാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ സ്തോത്രം ഏലിയാവ് ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്കൊരു യാഗം നടത്താം. പക്ഷെ യാഗം നടത്തുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്. യാഗത്തിലെ വസ്തുക്കളെല്ലാം നാം കൊണ്ടുവരും. പക്ഷെ തീ ഹല്ലേലൂയ നമ്മുടെ കൈകൾ കൊണ്ട് കത്തിക്കുവാൻ പാടില്ല. സ്വത്രം ഹല്ലേലൂയ. അവൻ തീ കത്തിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ തീ ഇറങ്ങണം. സ്വത്രം ഹല്ലേലൂയ. അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി അങ്ങനെ സംഭവിക്കുമല്ലോ. അങ്ങനെയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, ഏത് ദൈവമാണോ അങ്ങനെ ചെയ്യുന്ന ആ ദൈവം ജീവിക്കുന്ന ദൈവം. ഇവിടെ ഏലിയാവിന്റെ ധൈര്യം ഒന്ന് കാണണം. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവിന് മുൻപൊന്നും ഇങ്ങനെ ചെയ്തിട്ട് പോലുമില്ല. സ്തോത്രം. നമ്മളാണെങ്കിൽ ആദ്യം ഒന്ന് അന്വേഷിക്കും, അല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പുള്ളി നേരത്തെ ഇങ്ങനെ വല്ല ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ വല്ല നേരത്തെ ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ദൈവം ഇതുപോലെ സംഭവം നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒത്തിരി ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. സ്തോത്രം. വലിയ സംബന്ധിച്ചിടത്തോളം പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു നാട്ടിലൊക്കെ പ്രവാസിമാരൊക്കെ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഒരു അന്വേഷണം അവരെ കൂടെ നേരത്തെ എന്തൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, അവിടെ ശുശ്രൂഷയിൽ കൂടി എന്തൊക്കെ നടന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വലിയ റിപ്പോർട്ട് ശേഖരണം നടത്തും. എന്നിട്ട് മാത്രമേ ഒരു സഭയിലേക്ക് വിളിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം ഒന്നും അറിയാമോ?